എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് പേര് പലപ്പോഴായിട്ട് ഈ സ്പീഷർ, എപ്പിലെപ്സി അങ്ങനെയുള്ള ഡിസീസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ ആ അസുഖത്തിൻ്റെ സീരിയസ്നെസ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു സീഷർ അറ്റാക്ക് വരുമ്പോൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പലപ്പോഴും അറിയില്ല. ഈ സീഷർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ളതും സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ അത് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു ഡിസീസാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലൊക്കെ ഈ അസുഖങ്ങൾ ഒരുപാടായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടായിരിക്കും. ഇവനും ഈ അസുഖം മൂലം കഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അവൻ ജന്മന ഇങ്ങനെ ഒരു അസുഖം മൂലം കഷ്ടപ്പെടുന്ന ഒരാളല്ലായിരുന്നു. ഇവനൊരു എക്സ്പീരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ എക്സ്പീരിമെൻറ്റിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം അവനുണ്ടായൊരു സീഷർ അറ്റാക്കാണിത്. അവൻ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അവൻ നോർമൽ ലൈഫിൽ പോകാൻ വേണ്ടിയിട്ടൊരു എക്സ്പീരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പീരിമെൻറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് അവൻ ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നതും അത് കാരണം അവൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു.